മലയാറ്റൂരിലേക്കാണ് വീണ്ടും നടന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ തത്സമയം കാണുന്നത്. കുട്ടിയാനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യം അത് കഴിഞ്ഞ അരമണിക്കൂറിലധികമായി തുടരുകയാണ്. ഇന്നലെ രാത്രി പുലർച്ചെയാണ് കുട്ടിയാന കിണറ്റിൽ വീണത്. അതിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി മുന്നോട്ട് പോകുന്നു. മണ്ണ് നീക്കി സമാന്തരമായി വലിയൊരു കുഴിയെടുത്ത് കിണർ ഇടിച്ച് അതിലൂടെ ആനയെ പുറത്തേക്ക് എത്തിക്കാം എന്നാണ് വനം ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത്. ആനയ്ക്ക് എത്രത്തോളം പരിക്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ വൈദ്യപരിശോധനയും ആനയെ കരയ്ക്കെത്തിച്ചതിന് ശേഷം ആവശ്യമായി വരും. അതിൻ്റെ തുമ്പിക്കയിലും പുസ്തകത്തിലും മറ്റും മുറിവുകൾ ആണ് എന്ന് തോന്നിക്കുന്ന അടയാളങ്ങൾ നമുക്ക് ഈ ക്യാമറ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. വയനാട്ടിൽ ബേലൂർ മഗ്ന എന്ന കൊലയാളി ആനയെ പിടികൂടുന്നുള്ള ദൗത്യം അത് 7ാം ദിവസവും തുടരുന്നതിനിടയിലാണ് ഇവിടെ ഒരു ആനയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യം മലയാറ്റൂരിൽ നടക്കുന്നത്. സ്ഥിരമായി ആനയിറങ്ങുന്ന വനത്തോട് ചേർന്നുള്ള മേഖലയാണ്. റബ്ബർ തോട്ടങ്ങളിലും മറ്റും എപ്പോഴും ആന ഇറങ്ങും. വലിയ ആനക്കൂട്ടങ്ങളാണ് ഇറങ്ങാറ്. അങ്ങനെ ഇറങ്ങിയ ഒരു ആനക്കൂട്ടത്തിലെ ഒരു കുട്ടിയാനയാണ് പുലർച്ചെ ഈ കിണറ്റിൽ വീണത്. ആനക്കൂട്ടത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം രാവിലെ ദുഷ്കരമായിരുന്നു. പ്രദേശവാസികളും വനം ഉദ്യോഗസ്ഥരും ചേർന്ന് ആനക്കൂട്ടത്തെ തുരത്തി ഓടിക്കാൻ ശ്രമിച്ചു. അതിനുശേഷവും ഒരാന, ഒരുപക്ഷെ അത് ഈ കുട്ടിയാനയുടെ അമ്മയായിരിക്കാം എന്നതാണ് വനം ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ആ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനെയും തുരത്തി ഓടിച്ചതിന് ശേഷമാണ് JCB എത്തിച്ച് അവിടെ രക്ഷാദൗത്യം തുടങ്ങിയത്. അതേസമയം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമുണ്ടായി. സ്ഥിരമായി വന്യജീവി ആക്രമണങ്ങളും ആനശല്യവുമുള്ള സ്ഥലമാണ്. കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. ഫെൻസിംഗ് പോലുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നില്ല. പണം അനുവദിച്ചുവെങ്കിലും അത് നടപ്പാകുന്നില്ല തുടങ്ങിയ നിരവധി പരാതികൾ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എങ്കിലും ആളുകൾ പരിപൂർണമായ ഒരു കുട്ടിയാനയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായി അവിടെ പിന്തുണയുമായി ഉണ്ട്. പ്രദീപ് ജോസഫാണ് അവിടെ നിന്നുള്ള വിവരങ്ങളുമായി തുടരുന്നത്. പ്രദീപ് പറഞ്ഞു അത് വലിയൊരു കൃഷി മേഖലയാണ്, കാർഷിക മേഖലയാണ്. ആനക്കൂട്ടത്തെ കാണുന്നത് അവിടെ പതിവാണ്. വലിയ ബുദ്ധിമുട്ടിയാണ് ആളുകൾ അവിടെ കൃഷി ചെയ്യുന്നത്. എപ്പോഴും കൃഷി നശിപ്പിക്കപ്പെടാറുണ്ട്. അത്രയും വലിയ ദുരിതമാണ്. അതിനിടയിലാണ് ഈ കിണറ്റിൽ വീണ ആനയെ രക്ഷിക്കാനുള്ള ശ്രമത്തിലും ആളുകൾ വലിയ തോതിൽ പങ്കാളികളാകുന്നത്. ഈ ആനയെ അവിടെ നിന്ന് കരയ്ക്കെത്തിച്ചു കഴിഞ്ഞാൽ ഇനി വൈദ്യപരിശോധന അടക്കമുള്ള നടപടിയിലേക്ക് കടക്കണം. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ആനക്കൂട്ടത്തിന്റെ സാന്നിധ്യം സമീപത്ത് തന്നെ ഉണ്ടോ? സമീപ ഭാഗങ്ങളിൽ അവ ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ല. രതീഷ്, നിലവിൽ എന്തായിരുന്നാലും മറ്റ് ആനക്കൂട്ടത്തിൻ്റെ ഒരു സാന്നിധ്യം അനുഭവപ്പെടുന്നില്ല. നേരത്തെ ഈ ആനക്കുട്ടി വെള്ളത്തിൽ കിടന്ന് അലറുമ്പോൾ ആ ഒരു ശബ്ദം കേട്ടുകൊണ്ടാണ് പലപ്പോഴും റബ്ബർ തോട്ടത്തിന് മുകളിൽ നിന്ന് ഇതിനൊപ്പം ഉണ്ടായിരുന്ന കാട്ടാനക്കൂട്ടം ഈ ആനക്കുട്ടിയുടെ അമ്മയാന ഉൾപ്പെടെ ഉണ്ട് എന്ന് കരുതേണ്ടിയിരിക്കുന്നതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അത് പലപ്പോഴും ഈ പൊട്ടക്കിണറിനടുത്തേക്ക് ഓടിയെത്തുന്നുണ്ടായിരുന്നു. അത് കാട്ടാനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കൊരു വെല്ലുവിളിയായിരുന്നു. എന്തായിരുന്നാലും ഇപ്പോൾ അങ്ങനെയൊന്നില്ല. പടക്കം പൊട്ടിച്ച് കാട്ടാനക്കൂട്ടത്തെ അകറ്റിയിട്ടുണ്ട്. മാത്രവുമല്ല ഈ തോട്ടത്തിന് മുകളിലേക്കായി കുറച്ച് ആളുകൾ മാറിയിട്ടുണ്ട്. ആനക്കൂട്ടം വന്നാൽ അവയെ തുരത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. അതേസമയം ആനക്കുട്ടി വീണ കിണറിലേക്ക് ആനക്കുട്ടിയെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടി ഒരു വഴി ഉണ്ടാക്കുന്നത് ഏതാണ്ട് വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 1 മണിക്കൂറിനുള്ളിൽ ഇത് പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കിണറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ആനക്കുട്ടിയെ പിടികൂടുന്നതിന് പരിചയസമ്പന്നരായ വാച്ചർമാരും ഫോറസ്റ്റ് ജീവനക്കാരും ഒക്കെയുണ്ട്. അവർ ഇതിന് സമീപത്തേക്ക് തന്നെ നീങ്ങുന്നു. ഏറെ വൈകാതെ തന്നെ ആനക്കുട്ടിയെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നേരിയ പരിക്കുകളാണ്, തുമ്പിക്കയിലും മറ്റും നേരിയ പരിക്കുകളാണുള്ളത്. അതൊരു പക്ഷേ കിണറിൻ്റെ വക്കിൽ നിന്ന് കല്ലും മണ്ണും അടർന്നു വീണോ അല്ലെങ്കിൽ വീഴ്ചയിൽ ഉണ്ടായതോ ആവാം. അതിനപ്പുറം വെള്ളം ഉണ്ടായിരുന്നത് കൂടി കണക്കിലെടുക്കുമ്പോൾ ആന്തരികമായ മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആനയെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു. നമുക്ക് കുറച്ച് പ്രദേശവാസികളുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. ഈ അടുത്ത സ്ഥലമുള്ള ആളാണല്ലേ? സ്ഥലമുള്ളതാണ്. ഈ വന്യമൃഗശല്യം സ്ഥിരമാണോ? സ്ഥിരം നിത്യം. അത് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റ് ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നൊന്നും യാതൊരു ശാശ്വത പരിഹാരമില്ല. സ്ഥിരം ഞങ്ങളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന വീട്ടിൽ എൻ്റെ ബ്രദർ താമസിക്കുന്ന വീട്ടിൽ ആന കൂട്ടായിട്ട് 17 വന്നു എന്ന് 1 മാസം മുൻപ്. അത് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിരന്തര ശല്യമായിട്ട് ഒരു പരിഹാരമില്ല. അത് ഇപ്പോൾ തൽക്കാലമായിട്ട് ഫോറസ്റ്റുകാർ പറഞ്ഞു കേട്ട് ഞങ്ങളങ്ങോട്ട് പിൻവാങ്ങിയെന്നുള്ളൂ. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇതുമില്ല. ഇതിനൊന്നും നേരമില്ല എന്ന് പറഞ്ഞവർക്ക്. ഈ വന്യമൃഗങ്ങളെ കാട്ടുപന്നിയെപ്പോലുള്ള വന്യമൃഗങ്ങളെ വെടിവെക്കാൻ ലൈസൻസ് ഉള്ള ആളാണ് താങ്കൾ? അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾ 8 പേര് ലൈസൻസ് കൊടുത്തേണ്ട ആരും ഇതിനെപ്പറ്റി മൈൻഡ് ചെയ്യാനുള്ളവർ. ഈ കാട്ടുപന്നിയുടെ മറ്റു ശല്യം എത്ര? പന്നിയല്ല, പുലി, കടുവ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ. ഈ അണ്ണാൻ വന്ന് കൊക്കോയൊക്കെ, കുരങ്ങ് തുടങ്ങിയ എല്ലാ ഐറ്റംസും ഉണ്ട്. ഒന്നും ഇല്ലാത്തൊന്നുമില്ല. കാട്ടുപോത്ത ഇല്ലാണ്ടുള്ളൂ, കാണാണ്ടുള്ളൂ. ബാക്കി കരടിൻ്റെ കൂടെ എല്ലാ ഐറ്റം സാധനങ്ങളും. ആരുടെ ഭാഗത്തുനിന്ന് ഒരു സാധാരണമില്ല. ഞങ്ങൾ ഫെൻസിങ് ആണോ ആനയെ തുരത്താനുള്ള മാർഗം? ഫെൻസിങ് ചെറിയ പരിഹാരമുള്ളൂ.
അത്രേ ഉള്ളൂ. ശരി, ആകപ്പാടെ ഒരു അനിശ്ചിതത്വമാണല്ലേ കർഷകരുടെ മുമ്പിൽ? തീർച്ചയായിട്ടും അതിൻ്റെ ഭയങ്കര പ്രതിഷേധം തടയലൊക്കെ ഉണ്ട്. പിന്നെ എന്നാലും ഞങ്ങൾ സഹകരിക്കുകയാണ്. ആനക്കുട്ടിക്ക് വേണ്ടി. ഓക്കെ, ആനക്കുട്ടി. അല്ല, മുൻപ് പറഞ്ഞ ആളുകൾ സംസാരിച്ച സമാനമായ കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു മേഖലയിലെ കർഷകർക്ക് എല്ലാവർക്കും പറയാനുള്ളത് നമുക്കറിയാം, സമാനമായ കാര്യങ്ങൾ തന്നെയാണ്. കാർഷിക വിളകൾക്ക് അവർ നേരിടുന്ന വെല്ലുവിളികൾ, ജീവന് നേരിടുന്ന വെല്ലുവിളികൾ, ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ദൈനംദിന ജീവിതം നടക്കുന്നത്. കാർഷിക വിളകളുടെ ഒന്നിൻ്റെ പോലും വിളവ് കൃത്യമായി എടുക്കാനാവില്ല എന്നുള്ള സങ്കടമാണ് അവർ പങ്കുവയ്ക്കുന്നത്. പക്ഷേ അതിനിടയിലും ഈ കാട്ടാനക്കുട്ടിയെ ജീവനോടെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളിൽ പൂർണ്ണമായ സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. ആദ്യഘട്ടത്തിൽ അല്പം പ്രതിഷേധമൊക്കെ ഉണ്ടായെങ്കിൽ തന്നെ തങ്ങളുടെ പ്രതിഷേധം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും മറ്റ് പോലീസിനെയും മറ്റ് ആളുകളെയും ഒക്കെ അറിയിച്ചതിന് ശേഷം ഈ ശ്രമങ്ങളോട് പൂർണ്ണമായി സഹകരിക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാർ. നമുക്ക് കാണാം, ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി വന്നിട്ടുണ്ട്, ഇതിനെ രക്ഷിക്കാൻ വേണ്ടി. സ്ഥിരം കാഴ്ചകളാണ് ഈ വന്യജീവികളൊക്കെ അല്ലേ? മെയിനായിട്ട് പറയാനുള്ളത് ഈ ആന അങ്ങനെ വന്യജീവികളുടെ പ്രശ്നങ്ങൾ ഈ മലയാറ്റൂർ മാത്രമല്ല പല ഭാഗത്തുമുണ്ട്. അപ്പോൾ അതിന് ഒരു ഗവൺമെൻറ്, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി ഒരു നിയമം നിർമ്മിച്ചിട്ട് ഇതിനെ നിയന്ത്രിക്കാനുള്ള നടപടി സ്വീകരിക്കണം. വേറെ ഒന്നും പറയാനില്ല. അതേപോലെ പന്നി ഉൾപ്പെടെയുള്ള വന്യജീവികളെ തുരത്താനും കർഷകരെ വിള നശിപ്പിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണം. സ്ത്രീകൾ അടക്കം എത്തിയിട്ടുണ്ട്. പേടിച്ചാണോ കഴിയുന്നേ? പേടിച്ചാ കഴിയുന്നു സാറേ. ഞങ്ങൾ ഇതേ ഇവിടെ അടുത്താണ് ഞങ്ങളുടെ വീട്. അവിടെ എപ്പോഴാണ് ആന വരണേന്ന് നോക്കി ഞങ്ങളിങ്ങനെ പട്ടിവര കേൾക്കുമ്പോൾ എഴുന്നേറ്റ് അതിൽ പാഞ്ഞ് നടക്കാണ് ഞങ്ങൾ മക്കളൊക്കെ ആയിട്ട്. ഞങ്ങൾക്കൊരു സമാധാനം ഇല്ലാത്തൊരു ജീവിതമാണ് ഞങ്ങളുടെ ഈ ഏരിയയിൽ. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ മൃഗങ്ങൾ? പോവാ, ഞങ്ങളുടെ അടുത്തൊക്കെ തൊട്ടടുത്ത് ഈ ചക്കയുള്ള കാലമാണല്ലോ, അത് കാരണം കൊണ്ട് ചക്ക പറിക്കാനായിട്ട് വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു സമാധാനം ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്യണ, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞങ്ങളിവിടെ കുറേ കുടുംബങ്ങളുണ്ട്. വനമടുത്തുള്ള മേഖലയായതുകൊണ്ട് അവിടെ കിടപ്പ് രോഗികളായിട്ട് 2-3 പേരുണ്ട് ഞങ്ങളുടെ തൊട്ടടുത്ത്. ഞങ്ങൾക്ക് ഓടാ, നിങ്ങൾ എന്ത് ചെയ്യുമെന്നൊന്നും അറിയില്ല. അതാണ് ഞങ്ങളുടെ അവസ്ഥ. പിള്ളേർക്കൊക്കെ സ്കൂളിൽ വിടാൻ വരും, സ്കൂളിൽ പോകാനും അല്ലേ? പിള്ളേരെ സ്കൂളിൽ വിടാനോ അല്ല ഒന്നിനും ഞങ്ങൾക്കൊരു ഇതില്ല. എപ്പോഴാ രാത്രിയും പകലും വന്നുകൊണ്ടിരിക്കുകയല്ലേ. സമാനമായ കാര്യങ്ങൾ തന്നെയാണ് മുൻപ് ഞാൻ പറഞ്ഞ പോലെ. സമാനമായ കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അല്ല, ഞങ്ങളിപ്പോൾ ഇവിടെയുള്ളതല്ല, ഞങ്ങൾ അപ്പുറത്തുള്ള ആളുകളാണ്, പുഴയുടെ അക്കരെയുള്ള ആളുകളാണ്. ഞങ്ങൾക്ക് അവിടെ ആനയുടെ ശല്യമുണ്ട്. അതേത് മേഖലയാണ്? അത് കോടനാട് മേഖല. അവിടെ ആനയുടെ ശല്യമുണ്ട്. ഇപ്പോൾ നിലവിൽ അവിടെ ആനയുണ്ട്. ഞങ്ങൾ പടക്കം പൊടിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും താഴെ തന്നെയായിട്ടാണ്. അവിടെ ആളുകൾ നാട്ടുകാരെ കൂടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.